എടാ ഇപ്പൊ മഴക്കാലൊക്കെ ആണല്ലോ, മൊത്തം മീൻപിടുത്തമാ. റീൽസ് തുറന്ന് നോക്കിയാ മീൻപിടുത്തം. മീൻപിടുത്തം എടുക്കുന്ന വീഡിയോസിലെല്ലാം നല്ല വ്യൂസ് ഉണ്ട്. നമുക്കും പോയി പിടിച്ചാലോ കുറച്ച് മീനൊക്കെ പിടിക്കാൻ പോവാം. പക്ഷേ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷും പോവും. അതുപോലെ ഒരു 6 മാസം ജയിലിലും കിടക്കേണ്ടി വരും. അത് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് മീൻ പിടിക്കാൻ പോവാം. മീൻ പിടിക്കാൻ പോകുന്നതിന് ജയിലിൽ കിടക്കണം? മീൻ പിടിക്കാൻ പോകുന്നതിനല്ല, ഊത്തപിടുത്തം. എന്ത് പിടുത്തം? ഊത്തപിടുത്തം. അതായത് നിഷാൻ, മഴക്കാലം അത് പുഴ മത്സ്യങ്ങളുടെ, ശുദ്ധജല മത്സ്യങ്ങളുണ്ടല്ലോ, അവയുടെ പ്രജനന കാലഘട്ടമാണ്. എന്തോന്ന് കാലം? പ്രജനന കാലഘട്ടം, കുട്ടികൾ ഉണ്ടാവുന്ന സമയം. കുട്ടികളുണ്ടോ? ഈ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകും. ഈ പുഴയിലെ മത്സ്യങ്ങളിലെ അതും ആ ഒഴുക്കിനെതിരെ നീന്തിപ്പോകും. അതിൽ കൂടുതലും അമ്മ മീനുകളായിരിക്കും. അവരുടെ വയറിൽ നിറയെ മുട്ടകളും. അപ്പൊ ഇങ്ങനെ ഈ ഒഴുക്കിനെതിരെ ഇവര് കൂട്ടമായിട്ട് നീന്തി അടുത്തുള്ള കനാലിലോ പാടത്തോ പറമ്പിലോ തോട്ടിലോ എവിടെയെങ്കിലും എത്തും. അവിടെ എത്തിയ ഉടനെ തന്നെ മുട്ട വിരിഞ്ഞ് പുതിയ മീനുകളും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഈ കൂട്ടമായിട്ട് അമ്മ മീനുകൾ നീന്തുമ്പോ അവരെ കൂട്ടമായിട്ട് തന്നെ കൊട്ടയും വലയൊക്കെ ഉപയോഗിച്ച് പിടിക്കുന്ന ആ പരിപാടിയാണ് ഊത്തപിടുത്തം. ഈ ഊത്തപിടുത്തം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നല്ലാതെ കേരളത്തിൽ അത് ബാൻ ചെയ്തിരിക്കുക. എങ്ങനെ ബാൻ ചെയ്യാതിരിക്കും? ഇപ്പൊ തന്നെ ഈ ഊത്തപിടുത്തം കാരണം വരാല്, പള്ളത്തി, കാരി, കൂരി, ചെമ്പല്ലി, മഞ്ഞക്കൂരി, അങ്ങനെ നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ കഴിക്കാറുള്ള മീനുകളില്ലേ, അങ്ങനെ ശുദ്ധജല മത്സ്യങ്ങൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നും കാണാനേ കിട്ടുന്നില്ല ഇപ്പൊ. കേരളത്തിൽ ഇത് നിയമപരമായി തെറ്റാണ്. ആ നിയമം എങ്ങാനും ലംഘിച്ചാൽ 6 മാസം വരെ ജയിലിൽ കിടക്കണം, പിന്നെ 10,000 രൂപ വരെ പിഴയും. അപ്പൊ ഈ മഴക്കാലത്തെ ഒരു വരാലൊക്കെ കൂട്ടി ചോറണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെന്താ, മീൻ പിടിക്കാം. അതിനെ ചൂണ്ട ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിയമപരമായി അനുവദിച്ചിട്ടുള്ള വലയോ ചൂണ്ടയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് മീൻ പിടിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. ഈ ഊത്തപിടുത്തമാണ് പ്രശ്നം. നീ റീൽസിന്റെയും പുതിയ കാലത്തും ഒക്കെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ ഈ ഊത്തപിടുത്തമൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് അതിനെ അങ്ങ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. അത് പ്രകൃതിക്ക് മോശമാണ്. നമുക്ക് ഊത്തപിടുത്തം വേണ്ട, മീൻ പിടിക്കാൻ പോ. അത് കുഴപ്പമില്ല. ഊത്തപിടുത്തം പാടില്ല.